എന്നെ സംബന്ധിച്ച് ഇന്ന് നല്ലൊരു ബിസി ഡേ ആണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു PSC പരീക്ഷ ഉണ്ടായിരുന്നു. കൂടെ നാളെ എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഉച്ചയ്ക്ക് പോവുകയും വേണം. എനിക്ക് 3:15 ആകുമ്പോഴേ പരീക്ഷ കഴിയുള്ളൂ. അപ്പം എൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് അച്ഛനും അമ്മയും എന്നെ കൂട്ടാൻ വന്നു. പ്രണവേട്ടൻ വരുന്നുണ്ടായിരുന്നില്ല, ആൾക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ NH66 കേട്ടോ യാത്ര. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. എന്താ പറയുക, ഞാൻ ഇങ്ങനെ ഒരു ഗുരുവായൂർ ട്രിപ്പ് ചിലപ്പോൾ എൻ്റെ ലൈഫിൽ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്ക് നല്ലോണം വിശന്ന് ഓൾമോസ്റ്റ് കോട്ടയ്ക്കലെത്തിയപ്പോൾ അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി കേട്ടോ. KR ബേക്കറിയിലാണ് നിർത്തിയത്. പക്ഷേ ഒരു മസാല ദോശയൊക്കെ പ്രതീക്ഷയാണ് കേട്ടോ നിർത്തിയത്. പക്ഷേ അവിടുത്തെ മാനേജ്മെൻറ്റ് മാറിയെന്ന് തോന്നുന്നു. അവിടെ ആകെ സ്നാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 8ൻ്റെ പണി കിട്ടി. പോരാത്തതിന് അവിടുത്തെ വെയിറ്റർ ചേട്ടൻ ആകെ ഒരു കിളി പോയ അവസ്ഥയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അവിടുത്തെ എക്സ്പീരിയൻസ് എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഗോപുന് നല്ല വായ പൊള്ളുന്നൊരു പപ്സാണ് കിട്ടിയത്. കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ബാക്കി സ്നാക്സൊക്കെ ഒരു ആവറേജ് ആയിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷേ എന്തോ ഒരു സുഖം തോന്നിയില്ല. പിന്നെ ബൈ ദ മീൻ ടൈം നമ്മുടെ ബദ്രി ബേബി ഡ്രൈവർ അങ്കിളായിട്ട് കമ്പനി ആയി കേട്ടോ. പിന്നെ പാട്ടും ഡാൻസും അങ്ങനെ കൊട്ടും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഒരുവിധം ഗുരുവായൂർ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബദ്രി ബേബി വലിയ സീനൊന്നും ആക്കിയില്ല. പിന്നെ നമ്മളെ കല്യാണം ഉള്ള ടീം തന്നെ നമുക്കവിടെ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ജസ്റ്റ് റൂമിൽ കയറി ഒന്ന് ഫ്രഷായി അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പം അമ്പലത്തിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി കേട്ടോ. നല്ല തിരക്കായിരുന്നു. പോരാത്തതിന് ശനിയും ഞായറും അല്ലേ, ഗുരുവായൂരെ തിരക്ക് പറയണ്ടല്ലോ അല്ലേ. അപ്പം ഞങ്ങൾ ബദ്രിബേബിനെയും കൊണ്ടുപോയി. ബദ്രിബേബിൻ്റെ ഫസ്റ്റ് ഗുരുവായൂർ വിസിറ്റായിരുന്നു. എനിക്ക് പോരാത്തതിന് ഗുരുവായൂർ ഒരു നേർച്ചയുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ആ നടക്കുന്ന ബദ്രീനെ ഇങ്ങനെ പൊക്കി പിടിച്ചപ്പോൾ ബദ്രി താനെ കൈ കൂപ്പിയിട്ടോ. പിന്നെ അവന് ചുറ്റും അമ്പലമുറ്റത്തൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ ഇങ്ങനെ നടത്തിച്ചു ഞാൻ. പോരാത്തതിന് നാളെ നമുക്ക് പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം. അവർ അന്ന് ഡിന്നറും അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ പുഷ്പാഞ്ജലിയിൽ പോയി ഡിന്നറൊക്കെ കഴിച്ചു. ശേഷം നമ്മൾ റൂമിൽ വന്ന് വേഗം കിടന്നുറങ്ങിട്ടോ.